ലോകമെമ്പാടും ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട രാഷ്ട്രപിതാവിന്റെ 155ാമത് ജന്മദിനം ആഘോഷപൂർവ്വം കൊണ്ടാടുകയാണ്. അതുമായി യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിലല്ല KPCCയുടെ ആഹ്വാനം അനുസരിച്ച് ബൂത്ത് തലങ്ങളിലുള്ള ജന്മദിന പരിപാടി നടക്കുമ്പോഴാണ് നമ്മുടെ വ്യാപാരി വ്യവസായി കോൺഗ്രസിന്റെ പ്രസിഡന്റ് ശ്രീ ഡോക്ടർ പാളയം അശോകിന്റെ നേതൃത്വത്തിലുള്ള നമ്മളെല്ലാവരും കൂടി ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ ജന്മദിനം എന്നതിനേക്കാൾ ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തിട്ട് 100 വർഷം തികയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഗാന്ധി സ്മൃതി എന്ന പേരിൽ കേരളമൊട്ടാകെ ബൂത്ത് തലത്തിൽ കേരളത്തിലെ എല്ലാ ബൂത്തുകളിലും ആ ബൂത്തിൽ താമസിക്കുന്നവരെല്ലാം ആ ബൂത്തിലെ മീറ്റിംഗിൽ പോകണമെന്ന് നിഷ്കാഷിക്കുകയും അങ്ങനെ ഇന്ന് കേരളത്തിലുടനീളം എല്ലാ ബൂത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് ത്യാഗപൂർണമായ സമരങ്ങളുടെ കർമ്മവേദിയിലൂടെ ഫിലിപ്പ് അവറുകളും അതുപോലെ മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി പന്തളം സുധാകരൻ അവറുകളും ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ബഹുമാന്യനായ ഡോക്ടർ പാളയം അശോക് നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും ബ്ലോക്കുകളിലും മണ്ഡലങ്ങളിലും ഇന്ന് ദിവസം ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസ് ഈ 155ാം ജന്മദിന വാർഷികവും കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് എത്തിയ 100ാം വാർഷിക ദിനവും ആചരിക്കുന്ന ഈ നടക്കുന്ന ഈ ചടങ്ങിൽ എല്ലാവരോടും ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ കുറെയൊക്കെ അവതാരങ്ങൾ പറയും അതങ്ങ് മതിയാക്കും. പക്ഷേ മഹാത്മാഗാന്ധി 155 വർഷം പിന്നിടുമ്പോഴും സ്വർണത്തിന്റെ തിളക്കം പോലെ ഈ രാഷ്ട്രം ആദരിക്കുകയാണ്. ജന്മദിനത്തിനും പ്രസിഡന്റായതിന്റെ ദിനത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നു. നമസ്കാരം. ഭാഗമായിട്ടുള്ള ഗാന്ധി ജയന്തി ആശംസകൾ നേരുന്നു.